എല്ലാവർക്കും കിച്ചുസെക്കിൻ്റെ പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാനലിന് ഗെയിമിംഗ് കൂടെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഗെയിമിങ്ങിൻ്റെ വീഡിയോ ഓൺ ദ വേ ആണ്. അനദർ യൂണിവേഴ്സ് ഓഫ് മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. അതെല്ലാവരും നിങ്ങൾ കാണണം, കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റീവ് മോഡ് പോയിട്ട് കുറച്ച് ഡയമണ്ടിൻ്റെ സാധനവും ഒരു വീടൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് മോഡ് പോയിട്ടാണ്, ആരോടും പറയണ്ട. ഓക്കെ, അപ്പോൾ നമ്മളെ ഒന്ന് സെറ്റാവട്ടെ. എന്നിട്ട് ക്രിയേറ്റീവ് മോഡ് പോയി സാധനങ്ങളൊക്കെ ആക്കി അതേ ഇതന്നെ പൂക്കണ്ട. പുറത്ത് ഫുള്ള് ഭീകരന്മാരാണ്. നമ്മളൊരു വീടൊക്കെ ആക്കി, എന്താ അറിഞ്ഞോ, നമ്മളൊരു വീടൊക്കെ ആക്കി. പിന്നെ അല്ല കണ്ടില്ലേ, പിന്നെ ജസ്റ്റിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ടെസ്റ്റിൻ്റെ ഉള്ളിൽ 3 കണ്ടില്ലേ നമ്മളെ മാരക ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്താണുള്ളത്. ഇതൊക്കെ ക്രിയേറ്റീവ് മോഡ് പോയി തട്ടിയെടുത്താണ്. പിന്നെ ഇതിനകത്ത് വില്ലേജറിൻ്റെ സ്പോണിൻ്റെ മുട്ടയുണ്ട്. പിന്നെ അതിൻ്റെ രണ്ടിനകത്ത് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് മൈനിങ്ങിന് ഇറങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ മൈനിങ്ങിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ ഇന്ന് ഗോൾഡിൻ്റെ സാധനങ്ങളാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിന്ന് കൂടുതലായിട്ടൊന്നും നോക്കുന്നില്ല. നമ്മളിൻ്റെ ഒരു പിക്കാക്സ്, സോഡ്, നമുക്ക് വാളിൻ്റെ കാര്യമില്ല, കാരണം നമ്മുടെ വാളിൻ്റെ അത്ര തന്നെ ഒക്കെ നമുക്കപ്പോൾ സെറ്റാകുമെന്ന്. ഒരു മിനിറ്റ് സെറ്റാവട്ടെ. ഓ, ഇതിൻ്റെ കോലം നോക്കിയേ, കൊച്ചു കള്ളൻ. നമുക്ക് ഓക്കെ ഷൂട്ടിട്ടുണ്ട്. തല ഓക്കെ സെറ്റ്. പിന്നെ അല്ല, ഓ പിന്നെ ഒച്ചയൊക്കെ സെറ്റ്, എല്ലാം സെറ്റായിട്ടുണ്ട്. അയ്യോ പാൻറ് കൊണ്ടേ ചാടി. എൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ്. ഞാൻ എൻ്റെ മോനെ ഒരു സാധനം കൂടെ മിസ്സുണ്ടല്ലോ. മിസ്സെന്നാ ഇവിടെ എന്നാ വേണ്ടേ, അതെനിക്കറിയില്ല. അവിടെ എന്നാ വേണ്ടേ, വേറെ ഒന്നും വേണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ലുക്കൊന്ന് നോക്കട്ടെ. കൊള്ളാം. ആർമറിന് ആയുസ് കുറവാണല്ലോ. കുഴപ്പമില്ല, നമുക്കെന്നാൽ പുറത്തേക്ക് ഇറങ്ങാം. ഓ, ഒരു കാര്യം എടുക്കാൻ മറന്നുപോയി. ഒരു മിനിറ്റ്. അതാ ഷീൽഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐറ്റം എവർ. ഓക്കെ, ഷീൽഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്നു, അടിക്കുന്നു. പിന്നെ അല്ല, അതാ എല്ലാവരും ഉണ്ട്. വാ മക്കളെ വാ. പിന്നെ ഗൈസ് വേറൊരു സൂത്രം കാണിച്ചു തരാം. ബാ എല്ലാവരും ബാ. ഓ, വന്നിട്ടുണ്ട്. പൊട്ടല്ല. പൊട്ടി, ആടെ തന്നെ പൊട്ടി പാല. ഇവനല്ല എന്നാ വേണ്ടേ, ഇവനൊന്ന് ഒറ്റയടിക്കെത്താ. ഓൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവനെ എന്ത് ചെയ്യാനാണ്, ഈ ക്രീപ്പറിനെ കൊണ്ട് വല്ലാത്ത ഇടങ്ങാറ് തന്നെയാണ്. അപ്പോൾ ഇവൻ്റെ കുറച്ച് ഐറ്റങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ച് വെക്കാം. ഓക്കെ, നമ്മളിന്ന് ഗുഹയിൽ പോകും. ഇന്ന് മൈനിങ്ങിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൈനിങ് നിങ്ങൾ എവിടെയാണെന്ന് വിചാരിക്കുക. നമ്മൾക്ക് മൈനിങ്ങിന് എവിടെയും പോകേണ്ട കാര്യമില്ല. ആ മൈനിങ്ങിന് പോകുമ്പോൾ ഇതാ ഞാൻ കാണിച്ചു തരാം മൈനിങ് ഏടിയെന്ന്. പക്ഷെ എന്നെക്കൊണ്ട് തന്നെ ഞാൻ തോറ്റു. മൈനിങ് ഏടിയെന്ന് അറിഞ്ഞാൽ നിങ്ങളൊന്ന് ഞെട്ടും. ഫുഡ് മെയിനാണ്. മുയലിറച്ചി വേണം. എനിക്ക് മുയലിറച്ചി ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടം. നിൽക്കട അവിടെ ഇല്ല, അടുക്കട പോയ എവിടെ. തൽക്കാലം നീ രക്ഷപ്പെട്ട്. ആരും അറിയുന്നിട്ടില്ല. അവിടെ സങ്കടമരായ നോട്ടം കാണുമ്പോൾ എനിക്ക് അടിക്കാൻ തോന്നില്ല. ഇവിടെയും ഗുഹയുണ്ടാ. നമ്മൾ ഉദ്ദേശിച്ച ഗുഹ ഇവിടെ അല്ല. പക്ഷെ നമ്മളിവിടെ അല്ല പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചുതരാം. നമ്മൾ പോകുന്ന ഗുഹ ഇതാണ്ട്. നമ്മൾ നേരെ ഇങ്ങോട്ട് പോവുക. ഇതാണ് നമ്മുടെ ഗുഹ. അപ്പോൾ നിങ്ങളിലേക്ക് ഇതവിടെ, ഇത് നമ്മുടെ ക്രീപ്പർ ഇപ്പോൾ പൊട്ടിത്തെറിച്ചേ നമ്മുടെ ഗുഹയാണ് ഇത്. കണ്ടോളൂ, കണ്ടില്ലേ. ഞാൻ വീട് വെക്കുന്നൊരു സ്ഥലം തന്നെ ഒരു ഗുഹയിലായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മൂടിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോകാം. നമുക്കൊന്നും വെച്ച് താമസിപ്പിക്കണ്ട, നമുക്കങ്ങ് പോയേക്കാം. ഓക്കെ. മോനെ, നമ്മളിന്ന് മൈനിങ്ങിന് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്. ടോർച്ച് എടുക്കാൻ മറന്നുപോയി. ടോർച്ച് വേണം. ഒരു മിനിറ്റ്, ഞാൻ ക്രിയേറ്റീവ് മോഡ് പോയി എടുക്കട്ടെ. ടോർച്ച് എടുത്തിട്ട് വരെ. ടോർച്ച് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ടോർച്ച് അങ്ങ് സ്വന്തമായിട്ട് ആക്കണം. വേണ്ട. ഞാൻ ക്രിയേറ്റീവ് മോഡ് പോയിട്ട് ഇപ്പം ആക്കിയിട്ട് വരാം. അപ്പോൾ
സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ലേസ് തിന്നട്ടെ. അയ്യോ ഫോണ് പോയി. നീല ലൈസാണ്. നീല ലൈസ് ഫാൻസ് കമൻറ്റ് ചെയ്യാം. നമ്മൾ രാവിലെ പൊട്ടന്മാർ മൈനിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. മെല്ലനെ നമുക്ക് ചാടി ചാടി ചാടി. ഓ ഇത് കൂട്ടങ്ങൾ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. നമുക്കതൊന്നൊരു സീനും ഇല്ല അല്ലേ? നമ്മൾ പണ്ടേ പവറാ. പൊട്ടിട്ടുണ്ട്. ഗായ്സ് അറ്റാക്ക് ആയിരുന്നു അതൊരു വലിയ. ഓ എൻ്റെ ആയുസ് നോക്കൂ. ഓ മാൻ ഞാനൊന്ന് പേടിച്ചു. നമുക്കിപ്പോൾ ഇറങ്ങണോ? ഞാൻ അത്ര ഇത്രയും വന്നാലോ ഒന്നും കിട്ടാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്. അപ്പോൾ നമുക്കെടുക്കാം. ഇതൊക്കെ പൊട്ടാൻ ഇത്ര പണിയുണ്ട്. ഞാൻ പിക്കാക്സും വെച്ചല്ല ഇതിന് പൊട്ടിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. തിരിച്ച് കയറുന്നതാണോ നല്ലത് എന്നാണ് എൻ്റെ സംശയം. ബാടാ എന്നാ നീ ബാടാ. ആ ബാ നീ വെക്ക്. ആ അല്ല ഞാൻ ഇച്ചിരി ഇങ്ങോട്ട് മാറട്ടെ. അപ്പം കൊള്ളുമല്ലോ. ഓക്കെ. ഓ ഇപ്പുറത്തു നിന്നൊക്കെ മാരൊക്കെ പൊട്ടലാണ് ഗൈസ്. ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ തീറ്റെടുക്കാണ്ടാണ് വന്നത്. ഇവനാണെങ്കിൽ ചാവുന്നുമില്ല. ചാവണം. ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കയറി പോണം. ഇത് എവിടെയായിരുന്നു? യു ഗൈസ് പെട്ടെന്ന് തന്നെ കയറി പോണം. അല്ലെ പണിയാണ് റിസ്ക്കാണ് ഇവിടെ. ഇത് ഭയങ്കര ഡേഞ്ചറസ് സ്ഥലമാണ്. ഞാൻ മറന്നുപോയി. ഞാൻ വലിയ ആളായി. ഞാൻ തന്നെ നിങ്ങളല്ല. കയറിപ്പോ. ഇവിടെ ഒന്നും നോക്കണ്ട. കയറിപ്പോടാ. ഇതിൻ്റെ പൊക്കത്തും ഉണ്ടല്ലോ ഇവിടെ ടീംസ്. ല്ല ഗൈസ് എൻ്റെ ലേസ് പൊതുർന്നു. അതുകൊണ്ടാ മേലെ ഗൈസ്. പൊട്ടനാണ് ഞാൻ മണ്ടൻ. അറിയാലോ ഗൈസ്. ഞാൻ ഒന്നും മിണ്ടാത്ത എന്താ? ഞാൻ ഇടക്കിടക്ക് മാത്രമേ ഇപ്പം മിണ്ടുള്ളൂ. കാരണം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ട് നമ്മൾ ഏതാ വഴി. ഒരു മിനിറ്റ് ഞാനിപ്പോൾ മേലെ എത്തിയിട്ട് കാണേ. ഗൈസ് അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ മണ്ടഭാഗം കണ്ടിട്ടുണ്ട്. അപ്പോൾ ആയുസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറവ് എന്നുള്ള ഒരു ശതമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് ആടിനെയൊക്കെ തട്ടേണ്ട കാര്യം അത്യാവശ്യമാണ്. ഓ മണ്ടൻ. ഇതിനെ ഇതാക്കണ്ടേ? ഒരു മിനിറ്റ്. അതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും തിന്നട്ടെ. നമ്മുടെ ലേസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ തീറ്റുണ്ട്. ഫുള്ള് റോസാപ്പൂ മാത്രമാണല്ലോ.
നമ്മൾ ഇനിയും കാലാവസ്ഥ ഇറങ്ങണ. ചാടി ചാടി ചാടിക്കോ. ചാടണേ ചാടണേ. റെഡി 1 2 3. അത് എത്ര ഉള്ളൂ. ഇതാട്ടെ അവിടെ നിൽക്കണേ. അതാരാ? ഇവൻ ആര്? ഇവൻ നമ്മളെ മറ്റവനല്ലേ? ഇവിടെ നിൽക്കുന്നെങ്കിൽ നീ എന്തെങ്കിലും തന്നാൽ നീ തിരിച്ചു തരുവാടാ. ഒന്നെങ്കിൽ താടേ. നമ്മളെ എമറാണ്ടില്ല. ഒരു കാര്യം ചെയ്തേക്ക്. ഇവൻ നമ്മൾ അല്ലേ? ഇവിടെ നിന്ന് ഞാൻ ചാടി വരും. ഓക്കെ അതിന്റെ സാധനങ്ങളൊക്കെ തീർന്നു. പോടാ നിക്കട നീ പിന്നെ കൂട്ടിക്കൊണ്ടുവരാം. നമുക്ക് എന്തെങ്കിലും ഞഞ്ഞം അടിക്കാം. കട്ടിലെടുക്കാൻ മറന്നു. ഞാൻ ഒന്നും കൂടി ക്രിയേറ്റീവ് മോഡിൽ പോയിട്ട് കട്ടിൽ ഇപ്പം എടുത്തിട്ട് വരാം. മഴയും കഷ്ടമാണ്. ഇതിൻ്റെ വാതിലാണ്. അപ്പോൾ ഫർണസ് ഉണ്ട്. ഫർണസ് ഞാൻ്റെ ഫർണസ് എടുത്ത് വിടാം. എന്തെങ്കിലും ചൂട് ചിക്കൻ ചൂട്. തടിയെന്നാ ലീഡിത്ത് കത്തിക്കാൻ പറ്റുമോ? ഇല്ല, ഒന്നുമില്ല ഫ്യൂവലായിട്ട്. പരമകഷ്ണം. ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. ഒരു മിനിറ്റ് സത്യമായി പറയട്ടെ ഗൈസ്, എനിക്ക് ബെഡ് ഉണ്ടാക്കാൻ കയ്യിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണാം. നമ്മളൊന്ന് ക്രിയേറ്റീവ് മോഡ് പോയിട്ട് ബെഡൊക്കെ എടുത്തിട്ട് വെക്കാം. എന്നിട്ടൊക്കെ അപ്പോൾ നമ്മൾ ബെഡൊക്കെ ലേസ് വന്നു കഴിഞ്ഞു. കവർ തൽക്കാലം എൻ്റെ മടിയിൽ വെക്കാം. ഓക്കെ ഗൈസ്, നമ്മളിതാ അടുത്ത് നമ്മൾ മൈനിങ്ങിന് ഇറങ്ങുന്നു. ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ വുഡുണ്ട്, കട്ടിൽ ഒന്നേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ എന്തായാലും 5-6 കട്ടിലൊന്നും ഒരുമിച്ച് കിടന്നുറങ്ങാൻ എന്തായാലും പോകുന്നില്ല. ഡു ഹാവ് എ ഗ്രേറ്റ് ഐഡിയ ഫോർ ന്യൂ ഫീച്ചർ? എന്നാൽ വേണ്ട, എനിക്ക് ന്യൂ ഫീച്ചർ വേണ്ട, താല്പര്യമില്ല. ടെല്ലാസ് ഓൺ ദ ബേറ്റ ഫീഡ്ബാക്ക് ഒക്കെയാണ്. ഇവന്മാർ ഈ ഫീഡ്ബാക്കിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഗൈസ്. നമ്മൾ 12 മിനിറ്റ് ആയല്ലേ, നമ്മൾ ഇതുവരെയായിട്ട് മൈനിങ്ങിന് പോയിട്ടില്ല. ഇതാരാ? പീസ് കട്ടായി. 1 മിനിറ്റ് തുടങ്ങൂ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വീടിനൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. ഫർണസിന് വെച്ചിട്ടുണ്ട്, കട്ടിലിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഭക്ഷണം വേണം. അപ്പം 3 ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഇതിനിട്ട് കൊടുക്കാം. നമുക്കൊരു അയൺ കിട്ടി. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് 64 ടോർച്ച് എന്തെങ്കിലും കയ്യിൽ വേണം. ഈ വൂള്, ഈ തടി, കുറച്ച് തടിയുണ്ട്. ആ തടിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. പിന്നെ ഇതെന്താണെന്ന് എനിക്കറിയില്ല, സ്പൈ ഗ്ലാസ് അങ്ങനെ എന്തോ ആണ്. പിന്നെ ഡേർട്ട് വേണം കയ്യിൽ എന്തായാലും. വൂളിൻ്റെ ആവശ്യമൊന്നുമില്ല, ബ്ലാക്ക് വൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. ലീഡൊക്കെ കിട്ടി. ഇതൊക്കെ ഇടുന്നടേ കിട്ടിയേ. ഇതൊക്കെ ഇടിയിരിക്കട്ടെ. ഭക്ഷണം എടുത്ത് ഞാൻ വെച്ച ഇവിടെ ഒരു സോമീൻ്റെ ഇറച്ചിയൊന്നും നമുക്ക് വേണ്ട. ഫർണസ് ഓക്കെ, നമുക്ക് 3 വീറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് തിന്നാം. ഗൈസ്, നമുക്ക് ആയുസ് ഭയങ്കര കുറവാണ്. ഒന്നും കൂടി ഉണ്ട് ഗൈസ്. നമുക്ക് ചാച്ച. ഏതോ ഉറക്കമല്ലേ ചെക്കെ. ഗോൾഡ് ഗൈസ്, നമ്മളെ ലുക്ക്. റീസ്പോൺ പോയിന്റ് ഇവിടെ സെറ്റ് ആയിരുന്നു. നമ്മൾ ലുക്കൊന്നും നമ്മൾ കൊടുക്കണ്ടില്ലേ? കയ്യിലൊരു ഇതൊക്കെ ആയിട്ട് ഏതാ? ഞാൻ വാളെല്ലാം എടുത്ത് എടിയിട്ടേ. മണ്ടൻ വാളൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. 1 മിനിറ്റ് ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ വെച്ച സ്വർണത്തിൻ്റെ ഇതൊക്കെ എവിടെ? ഇതിൻ്റെ ഉള്ളിൽ വെച്ച സ്വർണത്തിൻ്റെ ഒന്നും കാണുന്നില്ല. അതല്ലേ ഞാൻ എടുത്തിട്ടേ. ഈ മണ്ടനെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? കുഴപ്പമില്ല. നമുക്ക് ഒരു സോഡല്ല, ഇതിൻ്റെ പൂവ അങ്ങനെ എന്തോ സാധനമാണ്. പിക്കക്സും ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ ഉള്ളൂ.
ഓക്കെ, നമ്മുടെ ആയുസൊക്കെ അത്യാവശ്യം ഫുള്ളായിട്ടുണ്ട്. ഭക്ഷണം ഇനിയും കുറച്ചും കൂടെ തിന്നണം. ഇനി ഭക്ഷണം ഇല്ലല്ലോ, പിന്നെന്ത് ചെയ്യും? പിന്നെ തിന്നാനൊന്നും ഇല്ലല്ലോ. വമ്മാരിയൊന്നും ചത്തിട്ടില്ല ഇതിലേക്ക്. ബാ ബാ ബാ, നമുക്ക് നിന്നൊന്ന് കാണണേ. ഈ ക്രീപ്പറിനെ കൊണ്ട് ഇവന്മാരുടെ കയ്യിൽ ഒരു ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മൈനിങ്ങിന് ഇറങ്ങാം അല്ലേ? ഇനി സീനൊന്നുമില്ല. എവിടെ 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 ഞാനൊന്ന് അവന്മാരൊന്ന് ശരിക്കൊന്ന് കാണട്ടെ. ശരിക്കൊന്ന് കാണട്ടെ അവന്മാർ. ശരിക്കൊന്ന് എനിക്കറിയണം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മൈനിങ്. ഓക്കെ, ടോർച്ച് കയ്യിലുണ്ട്. ഫുഡില്ല കയ്യിൽ ഫുഡില്ല. 2000 years later. മതി. ഓക്കെ ഓക്കെ, ഇവിടെ നിന്ന് ആരോ ചത്തേൻ്റെ തുടക്കത്തിൻ്റെ ദാരിദ്ര്യം. ഇപ്പോഴേ ആരോ ഒരു നിമിഷത്തിൽ സംഭവിച്ചു. ഇതല്ലേ അമ്പെടുക്കാൻ വിട്ടു. ഏറ്റവും അങ്ങ് കൊല്ലേന്. എനിക്ക് എന്തടേ വേണ്ടേ? എനിക്ക് എന്നാ ഞാൻ ചെയ്യണം? ഇവൻ ഞാനൊന്ന് നല്ല മനുഷ്യനായി മൈനിങ്ങിന് ഇറങ്ങാൻ നോക്കുമ്പോൾ അങ്ങനെ പോലുള്ള നാറികളെ സമ്മതിക്കൂല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? അപ്പം ഞാനും നിന്ന് കൊടുക്കണം. അപ്പം നീ നടക്കുന്ന വിചാരിച്ച ഞാൻ വെറും ഊളനാന്നാ? എന്നോട് ഇതാക്കാൻ വരിക. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്ഥലം ഭയങ്കര ഡാർക്ക് സ്ഥലമാണ്. ബാ ബാ ഗൈസ്, എൻ്റെ ആയുസ് കുറയുന്ന ഞാൻ ചത്താ. എടുക്കാൻ വേണ്ടി ഞാൻ കുറെ പറഞ്ഞു വേണ്ടാന്ന്. പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല. എന്നെക്കൊണ്ട് നിർബന്ധിക്കുക. എനിക്ക് അടിക്കണം, എന്നെ അടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കല. അപ്പം നമ്മൾ അടിച്ചേ പറ്റൂ. അതിന് ഞാൻ എൻ്റെ എന്ത് വേണമെങ്കിൽ ഞാൻ എടുത്ത് കളയാൻ തയ്യാറാണ്. വി ആർ റെഡി ഫോർ ദ ഫൈറ്റ്. സെറ്റ്. വാ, ഇനി എന്ത് ചെയ്യും നോക്കാലോ. ഒരു മിനിറ്റ് പട്ടി ചോണിക്ക് വന്നിട്ട് ഇവിടെ തുറന്നട്ടെ. പട്ടി ചോണിക്ക് ഇത് മറ്റേ റോക്കി ബൈനെ പോലെ 3 കോടിക്ക് വേണ്ടി 5 കോടി മുടക്കാനും ഞാൻ തയ്യാറാണ്. ജീവിക്കാൻ വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. അപ്പിടാൻ വേണ്ടി ക്ലോസറ്റിൽ പോകാണ്ടിരിക്കാനും ഞാൻ തയ്യാറാണ്. അത് ചളി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ആ ചളിക്ക് വേണ്ടി. ബാ ബാ, അരിക്കനി വരണ്ടേ? ഇത് ഡയമണ്ടിന്റെ വാളാ, നേരത്തെ പോലെ അല്ല. കേട്ടല്ലോ? ഒന്നും കൊള്ളുന്നില്ലടേ. ഇങ്ങോട്ട് വാ. ഇനി ആരിക്കും വരണ്ടല്ലോ, ആരും ഇല്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങ് പോട്ടെ. ഗൈസ്, എൻ്റെ സാധനങ്ങളൊക്കെ ഇവന്മാർ പലവരും എൻ്റെ സാധനങ്ങൾ എടുത്തോണ്ട് പോയി. പക്ഷെ പ്രശ്നമില്ല ഗൈസ്. അരിക്കാരൻ്റെ നിനക്കാ ഓൻ്റെ ഒരു കല്ല് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോവാ.
ഇവിടെ ഒന്നും ഇല്ലടേ. എൻ്റെ ടോർച്ചല്ലേ അവിടെ. എൻ്റെ ഈടുന്ന് കളഞ്ഞു പോയ സാധനങ്ങളൊന്നും കാണുന്നില്ല. 5 ഫുഡ് കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഗൈസ് കോളടിച്ച് കോള് കണ്ടാൽ കോളടിക്കും. കോള് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് ടോർച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത്ര കോളിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഒരു ഷീൽഡ് എടുത്ത് കൈ പിടിക്കാൻ വരട്ടെ. അതിന് മുമ്പ് നമുക്ക് ടോർച്ച് എടുത്ത് കൈ പിടിക്കാം. ഒരു മിനിറ്റ്, ടോർച്ച് എടുത്ത് കൈ പിടിക്കാനാവാത്ത. ഓ സെറ്റ് ആയി. എന്നിട്ടാണ് നമുക്കിനി കോളിൻ്റെ ആവശ്യം വരുന്നില്ല ശരിക്കും. നമുക്കിനി കുറച്ചും കൂടെ താഴോട്ട് പോയാൽ കണ്ടില്ലേ, ഈ റോ എന്ന് പറഞ്ഞ ഈ സാധനം എനിക്ക് വേണം. ഇതൊന്നും എനിക്ക് അത്യാവശ്യമാണ്. കാരണം ഇതും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഉണ്ടാക്കി വെറുതെ ശേഖരിച്ച് വെക്കാം. ഇപ്പം നമ്മളൊരു ഷോ കാണിക്കാൻ വേണ്ടി ഇവനെ കണ്ടിട്ട് കുറേ നാളായല്ലോ. നീ എത്ര നാളായടാ വന്നിട്ട്? ഈ സോംബിയെ കണ്ടിട്ട് കുറേ നാളായി സത്യം പറഞ്ഞ. സീനാണോ ബ്രോ? ഓക്കെ. അയ്യേ ഇതെന്ത് ഗുഹ? അയ്യയ്യയ്യയ്യേ ആരാ വരുന്നത്? ഇവിടെ ഇവൻ്റെ ഷീൽഡ്. ബാ ഓക്കെ. എടാ ഗൈസ്, എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയതാണോ ഇതല്ലോ? അതെ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയതാ. ഞാനൊന്നും പറയുന്നില്ല. ബാ ഓ അവൻ വന്നത് എല്ലാം എടുത്തിട്ട് നീ വന്നത് ഒന്നും എടുക്കാണ്ട്. അവൻ്റെ ഒരു കീറിയ തുണിയും. ഇതെന്തുവാടേ? ചെതൽക്കൂട്. അത് എല്ലൊക്കെ എടുത്തിട്ട് വരുന്ന മറ്റേ എന്ത് സാധനം കൊണ്ട് വേണമെങ്കിലും അടിക്കാൻ വരും. ഗോൾഡിന് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഇവന്മാരുടെ കയ്യിൽ. ഇവന്മാർ സീനാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടോടേ? ഇതാര്? ഇവിടെ വെള്ളമെല്ലാം ഉണ്ടാ? അത് ശരി. അപ്പൊ എന്തായാലും നമുക്ക് കുളിക്കണ്ടേ? എൻ്റെ പുറകിൽ തന്നെ ആരെങ്കിലും ഇങ്ങനെ അടിക്കുന്നുണ്ടല്ലോ. അവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ അടിക്കടാ. എവിടെ ഇല്ലേ? തൽക്കാലം ഇത്ര മൈനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇത്ര ആവശ്യം നമുക്ക് വരും. ക്യാരറ്റ് പാവടാ. ക്യാരറ്റ് കൊണ്ട് അടിക്കാൻ വരും. നോക്കിയേ, അതാ ക്യാരറ്റ് ഉണ്ട് അവിടെ. ഓക്കെ, ഇത് നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സാധനം ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ഇങ്ങനെ എടുക്കുന്നത് കാണില്ല. പക്ഷെ ഞാൻ എന്താ അറിയില്ല, ഇതെടുക്കും. എന്തിനാമോ? ഓക്കെ, നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിൽ കൂടുതൽ കിട്ടിയെന്ന് ചോദിച്ചാൽ അത്യാവശ്യത്തിൽ കൂടുതൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടം വരെ വന്നേയല്ലേ, ഈ കോഡ് എടുക്കണോ? കോഡ് എടുക്കാൻ എന്താ റിസ്ക്? നമുക്കെന്നാൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് നൈസായിട്ട് തിരിച്ചു പോവാം. അപ്പോൾ ഇന്നത്തെ മൈനിങ് ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അപ്പുറത്തോട്ടൊരു ഗുഹ കണ്ടിട്ട് ഉണ്ട്. അപ്പോൾ ആ ഗുഹയിൽ ഈ ഗുഹ ഒരു നിന്തുന്ന് മറ്റേ ഈ ഗുഹയിൽ പക്ഷേ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഗുണ്ടകളാണ് ഈ ഗുഹയിലുള്ളത്. എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. കാരണം ആദ്യം എൻ്റെ സാധനങ്ങളൊക്കെ ഇവന്മാർ അടിച്ചുകൊണ്ട് പോയി. ഗൈസ്, വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ അടിച്ചുകൊണ്ട് പോയി ഈ സാധനങ്ങൾ ഉപയോഗിച്ച് എൻ്റെ സാധനം ഉപയോഗിച്ച് അന്നെ അടിക്കാൻ വന്നു. അതാണ് കോമഡി. അതാണ് ഏറ്റവും കോമഡി. അപ്പോൾ നമ്മൾ ഈ ടോർച്ചെല്ലാം എടുത്തേക്കാം. ഞാൻ കുറച്ച് അങ്ങോട്ടാണ് ടോർച്ചൊക്കെ അടിച്ചത്. വെളിച്ചം കാണുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി, വേറെ സീനൊന്നുമില്ല. ഇതെൻ്റെ സ്വർണത്തിൻ്റെ ജെട്ടി. കുറച്ചും കൂടെ കോള് വേണ്ട അല്ലേ? നമുക്ക് പിന്നെ വരാം ഗൈസ്. നമുക്ക് പിന്നെ ഒരിക്കൽ വരാം. നമുക്ക് പിന്നെ വന്ന് ഇവിടെ ഒന്ന് തൂത്ത് വെച്ചോ. നമ്മൾ ഇച്ചിരിയും കൂടെ ഒന്ന് പ്രോ ആവട്ടെ. നമുക്ക് ഒരു പടി വെച്ച് കയറാം. എൻ്റെ പാവങ്ങൾ, എൻ്റെ ആടിയില്ല എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആടുകൾ വിചാരിക്കുന്നുണ്ടോ അണ്ണൻ എവിടെയെന്ന്. അണ്ണൻ എവിടെയും പോയിട്ടില്ല. അണ്ണൻ ഇവിടെ തന്നെ ഉണ്ട്. അണ്ണൻ ആദ്യം ഒന്ന് 2-3 വട്ടം പോയി. എന്നാലും അണ്ണൻ പിന്നെ ഇവന്മാർ പോയിട്ടില്ല ഇതുവരേക്ക്. അയ്യോ, ക്രീപ്പറോ? ഈ ക്രീപ്പർ പൊട്ടും. ഓക്കെ, ഓൻ തീർന്നിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഗൈസ്, നമ്മൾ ഈ വുഡൊന്നും ശരിക്കും വെക്കാണ്ടാണ് വന്നത്. നമ്മളതിൽ വുഡ് ഇപ്പോഴും ഉണ്ട് കേട്ടോ.
ഓക്കെ, ഇനി എങ്ങോട്ടാണ്? നേരെ എങ്ങോട്ടാണ് നമ്മളിനി വീട്ടിലോട്ട്. നമ്മളിനി എങ്ങോട്ട്? നമ്മൾ വേറെ എങ്ങോട്ടില്ല. നമ്മൾ ഗൈസ് പോയി. ഞാൻ ഇപ്പം ചാവും ഇത്. പെട്ടെന്ന് നമുക്കെന്നാൽ ഈ വുഡ് തന്നെ വെച്ച് കയറി. ഈ വുഡും കൊണ്ടൊന്നും വലിയ ആവശ്യമൊന്നുമില്ല, നമുക്ക് പിന്നെ ഒന്ന് എടുക്കാം. നമ്മളിവിടെ തന്നെ ഉണ്ടല്ലോ, നമ്മളെവിടെയും പോകുന്നില്ല. ഓക്കെ, നമ്മളിതാണ്ട് ഫൈനലി അണ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ രാത്രിയായ. എത്തിയിട്ടില്ലേ? ഞാൻ വെച്ച് എത്തിയെന്നാ, ടോർച്ച് വെളിച്ച് കണ്ടപ്പോൾ ഞാൻ വെച്ച് എത്തിയെന്ന്. ഇപ്പം ശരിക്കും എത്തിയിട്ടില്ലേ? ഇനിയും എത്തിയിട്ടില്ലേ? ചേടാ എന്തൊരു ഇഷ്ടം. ഇപ്പം എത്തിയിട്ടില്ലേ? എടേ എന്തുവാടേ ഇത്? നമ്മളിതാണ്ട് ഫൈനലി എങ്ങനെയൊക്കെയോ ജീവൻ തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഒരു സത്യം പറയട്ടെ, നമ്മളിപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. അതൊരു സങ്കടകരമായ ഒരു എന്താ പറയുക, ഒരു ഇതാണ്. അപ്പം നമ്മൾ ചത്താൽ മതി, വേറെ സീനൊന്നുമില്ല. ചത്താൽ മതി. നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെയാണോ? അതെ, നമ്മുടെ വീട്ടിൻ്റെ മുമ്പ് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു മിനിറ്റ്, നമ്മൾ ഈ വ്യൂ സെറ്റിംഗ്സ് ഒരു മിനിറ്റ്. എടാ ഇത് എന്തോ മറ്റേ സാധനം ആക്കൂലേ ഞാൻ എന്നോട്. പക്ഷെ ഇതല്ല. എന്തെങ്കിലും ആട്ടെ, പ്രശ്നമില്ല. എന്തെങ്കിലും ആട്ട് റിസീവും. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് സാധനങ്ങൾ ശേഖരിച്ച് വെക്കാം. നമുക്ക് എന്തൊക്കെ കിട്ടിയെന്നൊന്ന് നോക്കാം. ഓ ഗൈസ്, അങ്ങനെ കുറേ നേരത്തിൻ്റെ കഷ്ടപ്പാടിന് ശേഷം നമ്മളിതാണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് തുറന്ന് ഓരോ സാധനങ്ങളായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വാളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഷീൽഡ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ആ ഷീൽഡ് ആകുമ്പോൾ കോളാക്കി പറയുന്നില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ച് വെക്കാം. നമ്മുടെ ഹെൽമെറ്റ് ഇതൊക്കെ ശരിക്കും നമ്മളെയാണ് ഇത്. ഇതിൻ്റെ അവന്മാരെടുത്ത് യൂസ് ചെയ്തില്ല. ഇത് ഞാൻ യൂസിങ് എടുത്തുകൊണ്ടു. പിന്നെ ഇല്ല, 64 റോ അയൺസ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. 13 കോൾ അടിച്ച് നമ്മളെ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാം എടുത്ത് പറക്കി ചെസ്റ്റിൻ്റെ ഉള്ളിൽ വെക്കുക തന്നെ. ഇനി വേറെ ഒന്നുമില്ല. എൻഡർമാൻ പുറത്തോട്ട് നടക്കുന്നുണ്ട്. ആ അറിയിൻ്റെ കണ്ണിലോട്ട് നോക്കുവാണെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ കണ്ണിലോട്ട് നോക്കാണ്ട് നൈസായിട്ട് രക്ഷപ്പെടും. ഇവിടെ ഓക്കെ, കല്ല്. ഇതെന്നാ പൊട്ടറ്റോ? ഇതിടല്ലേ, ഉരുളക്കിഴങ്ങല്ലേ ഇടുന്ന വന്നേ. ഓ നമ്മൾ എത്ര സമയം? നമ്മൾ അരമണിക്കൂറായി. അരമണിക്കൂറായി നമ്മൾ ഇങ്ങനെ നിൽക്കുന്നു. ഓ ഗൈസ്, നമുക്കിനി കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിനി അയൺ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെടുത്ത് പുറത്ത് വെക്കൂ. ഞാൻ ഇതൊക്കെ എന്തിനാണ് അകത്തിട്ടത്? ഇതെന്നാ ഇതും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇതും കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലേ? ഒന്നുമില്ലേ? ഓ ഒരു ഉപയോഗമില്ലാത്ത സാധനം നമ്മൾ എന്തിനു നമ്മളെ കയ്യിൽ വെക്കുന്നു? ഒരു കാര്യമില്ലാണ്ട് എന്തിനു നമ്മളത് ഉപയോഗിക്കുന്നു? ഇത് നമ്മുടെ റെയ്ഡിൻ്റെ മറ്റേ അവന്മാർ, മറ്റേ വില്ലേഴ്സിനെ പോലെയുള്ള അവന്മാർ അടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് പുറത്തോട്ടേക്ക് വിലസി നടന്നിട്ട് അതിന് മുമ്പ് കുറച്ച് ഫുഡ് വേണം എനിക്ക്. അപ്പോൾ എനിക്കൊരു കൂട്ടിനൊരാളെ നിർത്തണമെന്നുണ്ട്. കാരണം എനിക്ക് കൂട്ടിന് ആരുമില്ല. ഞാൻ ഒറ്റക്കാണ്, എന്നെ ആരും ഉപയോഗിക്കുന്നില്ല. ഓ ഗൈസ്, നമ്മൾ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ജെട്ടിയും കാര്യങ്ങളും എടുത്ത് പുറത്തിട്. നീ ഇതിട്ടിട്ട് നിന്നാലും പിന്നെ നിന്നാ ഉറങ്ങുമ്പോൾ ഇതിട്ടിട്ട് പോവാ. അല്ലേ പിന്നെ എല്ലാം എടുത്ത് ഊരിയോ കടാളെ കൊച്ചു കള്ള അടിയും കൂടി ഇടിയും കൂടി പിഴച്ച് പോവുക ഇവൻ. ഓക്കെ, നമ്മൾ തിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ രാത്രി